തൃശൂർ കൊടകരയിൽ വൻ ലഹരിവേട്ട. കൊടകരയിൽ 180 ഗ്രാമിലേറെ MDMA-യുമായി 2 പേർ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യാണ് പിടിച്ചെടുത്തത്. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം ലെവിൻ, വലിയ അളവിലുള്ള MDMA വേട്ട തന്നെയാണ്. 180 ഗ്രാം എന്ന് പറയുമ്പോൾ ആരാണ് ഈ പ്രതികൾ? ബിനിൽ, മാരകമായ MDMA സിന്തറ്റിക് ലഹരിയുടെ വലിയ തോതിലുള്ള വിൽപ്പനക്കാരാണ് പിടിയിലായ 2 പ്രതികളും. ഡാർക്ക് മർച്ചന്റ് എന്നുള്ള നിലയിലാണ് ഇയാൾ ഇരിങ്ങാലക്കുട അടക്കം ഉള്ള മേഖലകളിൽ അറിയപ്പെടുന്നത്. പിടിയിലായ പ്രതികളിൽ ഒരാൾ ചിറയിൽ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ ദീപക് രാജു എന്ന 30 വയസ്സുകാരനാണ്. ഇയാൾ മുൻപും നിരവധി തവണ ലഹരി മരുന്ന് വിൽപ്പന കേസുകളിലടക്കം പിടിയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷവും നിർബാധം ഈ ലഹരി മരുന്ന് കച്ചവടം തുടർന്നു വരികയായിരുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഇയാൾക്ക് ഡാർക്ക് മർച്ചന്റ് എന്നുള്ള പേര് കിട്ടുന്നത്. ഇരിങ്ങാലക്കുട പോലീസ് മാസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. ഈ പ്രതിക്കൊപ്പം പിടിയിലായതും എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള മൂത്തകുന്നം സ്വദേശിനിയായ 22 വയസ്സുകാരി ദീക്ഷിതയാണ്. ഇവർ രണ്ടുപേരും പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നും ബസ്സിലാണ് ലഹരി മരുന്ന് MDMA കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിലെത്തി ഇവർ ബസ് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും കൊരട്ടി പോലീസും ചേർന്ന് സംയുക്തമായി പ്രതികളെ പിടികൂടുകയായിരുന്നു. 180 ഗ്രാം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ ഉള്ള വലിയ തോതിലുള്ള MDMA-യുടെ ശേഖരമാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്. 180 ഗ്രാം MDMA പ്രതികളിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസും ഡാൻസ് ഓഫും നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ അളവിലുള്ള MDMA-യുടെ ശേഖരവുമായാണ് പ്രതികൾ വന്നിറങ്ങിയത്. നേരത്തെയും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ആളുകൾ തന്നെയാണ് ഇവർ എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മാസങ്ങളായി ഈ മുഖ്യപ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ്. ഇതിൻ്റെ അവസാനമാണ് ഇന്നലെ പ്രത്യേക വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനകൾ ശക്തമാക്കിയത്. ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റാളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഡാൻസ് ഓഫിൻ്റെയും കൊരട്ടി പോലീസിൻ്റെയും തീരുമാനം. സമീപകാലത്ത് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി MDMA ലഹരിമരുന്ന് കച്ചവടം വ്യാപകമായതിന് പിന്നാലെയാണ് സംസ്ഥാന തലത്തിൽ തന്നെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി റൂറൽ പോലീസ് വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊടകരയിൽ 180 ഗ്രാം MDMA-യുമായി മാരക രാസലഹരിയുമായി ദീപക്, ദീക്ഷിത എന്നിവർ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ലെവിൻ കെ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.